പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആദർശ് റൂമിലേക്ക് വരികയാണ്. വരുമ്പോൾ നമ്മുടെ നയനയാണെങ്കിൽ ഡിസൈനൊക്കെ ഇങ്ങനെ വെച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദർശ് ബാക്കിലൂടെ വന്നിട്ട് നയനയെ പിടിച്ച് കെട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് നയനയെ എടുത്ത് പൊക്കുകയാണ്. അപ്പോൾ ഇതും കണ്ടോണ്ട് നവ്യ വരികയാണ്. നവ്യ വന്നിട്ട് ചോദിക്കുകയാണ്, എന്തോന്നാണ് കാണിക്കുന്നതെന്ന്. അപ്പോൾ മെല്ലെ നയനേനെ താഴെ ഇറക്കുകയാണ് ആദർശ്. എന്നിട്ട് പറയുകയാണ്, എന്താ ആദർശ് ചേട്ടാ, നയനയ്ക്ക് വയ്യാത്തതല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ നവ്യയുടെ അടുത്ത് ആദർശ് പറയുകയാണ്, പേടിക്കൊന്നും വേണ്ട, ഞാൻ താഴെയൊന്നും ഇടത്തില്ല എന്ന്. അപ്പോൾ നവ്യ ചോദിക്കുകയാണ്, എന്താ രണ്ടുപേർക്കും ഇത്രയും വലിയ സന്തോഷമെന്ന്. അപ്പോൾ ആദർശ് നവ്യരോട് പറയുകയാണ്, അതൊക്കെ നയന പറയും എന്ന് പറഞ്ഞിട്ട് ആദർശ് റൂമിൽ നിന്ന് പുറത്തു പോവുകയാണ്. എന്നിട്ട് നയന പറയുകയാണ്, നേരത്തെ നമ്മളൊരു യാത്ര പോകാൻ തീരുമാനിച്ചല്ലോ, അപ്പോൾ അത് ആദർശേട്ടൻ്റെ അമ്മയല്ലേ അതൊക്കെ മുടക്കിയത്. ഇപ്പോൾ ആദർശേട്ടൻ്റെ അമ്മ തന്നെ സമ്മതിച്ചു എന്ന് പറയുമ്പോൾ നവ്യ പറയുകയാണ്, അത് നല്ല കാര്യമല്ലേ എന്ന് പറയുകയാണ്. എന്നിട്ട് നവ്യയ്ക്ക് വലിയ സന്തോഷമാവുകയാണ്. നീ ആഗ്രഹിച്ച ജീവിതം നിനക്ക് കിട്ടിയല്ലോ നൈനി എന്ന് നവ്യ പറയുകയാണ്. എന്നിട്ട് നവ്യ ചോദിക്കുകയാണ്, ഇനി നീയാണ് കരൾ കൊടുത്തതെന്ന് അമ്മായി വല്ലതും അറിഞ്ഞിട്ടുണ്ടോ എന്ന്. അപ്പോൾ നൈന പറയുകയാണ്, അതൊന്നും അറിഞ്ഞിട്ടില്ല, മുത്തശ്ശനും മുത്തശ്ശി ഇപ്പോൾ പറഞ്ഞതുകൊണ്ടായിരിക്കും യാത്രയ്ക്ക് സമ്മതിച്ചതെന്ന്. എന്നിട്ട് നവ്യ പറയുകയാണ്, എന്തായാലും നിനക്ക് കിട്ടിയ നല്ല ചാൻസാണ്, നീ പരമാവധി ഉപയോഗിച്ചോ എന്ന് പറയുകയാണ്. എന്നിട്ട് നവ്യയ്ക്ക് ടെൻഷൻ ഉണ്ടാകുകയാണ്, നിനക്ക് വയ്യാത്തതല്ലേ, ഇനി ദൂരയാത്രയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ. അപ്പോൾ നയന പറയാണ്, അതൊന്നും കുഴപ്പമില്ല എന്ന്. അപ്പോൾ നവ്യ പറയുകയാണ്, എൻ്റെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ട്, എന്നെ സന്തോഷിപ്പിക്കാനൊന്നും അബിക്ക് സമയമില്ല എന്ന്. അപ്പോൾ നയന പറയുകയാണ്, അബിയുടെ സ്വഭാവം നേരെയാവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. എനിക്ക് അതിലൊന്നും വലിയ പ്രതീക്ഷയില്ല. അവൻ അവൻ്റെ ലോകത്താണ് ജീവിക്കുന്നത്, അവൻ്റെ അമ്മ പറയുന്നത് കേട്ടാണ് അവൻ ജീവിക്കുന്നത് എന്നൊക്കെ. ഇതൊക്കെ കേൾക്കുമ്പോൾ നയനയ്ക്ക് ഭയങ്കര സങ്കടമാണ് തോന്നുന്നത്. ഇനി അഭി നന്നാവും എന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ല എന്ന് നവ്യ പറയുകയാണ്. എന്നിട്ട് നയനയോട് പറയുകയാണ്, എന്തായാലും നീ ഭാഗ്യവതിയാണ്, പ്രതീക്ഷിച്ച പോലെ ഒരു ജീവിതം നിനക്ക് കിട്ടിയില്ല, അപ്പോൾ നീ യാത്രയൊക്കെ ചെയ്ത് സന്തോഷിച്ചിട്ട് വാ എന്നൊക്കെ പറയുകയാണ്. നവ്യയ്ക്കാണെങ്കിൽ അവർ യാത്ര പോകണമെങ്കിൽ ഭയങ്കര സന്തോഷമാണ്. അപ്പം നയനയും ആ സന്തോഷത്തിൽ അങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് നവ്യാണെങ്കിൽ റൂമിലേക്കാണ് വരുമ്പോഴാണെങ്കിൽ അഭി നന്നായിട്ട് കിടന്നുറങ്ങുകയാണ്. ഇവൻ കിടന്നുറങ്ങുന്നതാകുമ്പോൾ നവ്യയ്ക്ക് ഭയങ്കര ദേഷ്യമാണ് വരുന്നത്. അപ്പം നവ്യ മനസ്സിൽ പറയുകയാണ്, ഇനി അടുത്ത ഇരയെ വിഴുങ്ങാനുള്ള കിടപ്പാണ് അവൻ കിടക്കുന്നതെന്ന്. ദേഷ്യത്തോടെ നോക്കി നിന്നിട്ട് നവ്യ അഭിനെ വിളിച്ചിട്ട് പറയുകയാണ്, നീ കാര്യങ്ങൾ വല്ലതും അറിഞ്ഞോ എന്ന്. അപ്പോൾ അമ്മ ചോദിക്കുകയാണ്, എന്താ കാര്യമെന്ന്. അപ്പോൾ ആദർശേട്ടനും നയനയും കൂടി ടൂർ പോകാൻ തീരുമാനിച്ചു എന്ന്. അപ്പോൾ അഭി ചോദിക്കുകയാണ്, അതിന് അമ്മായി സമ്മതിച്ചോ. നവ്യ പറയുകയാണ്, അമ്മാവി സമ്മതിച്ചു എന്ന്. എന്നിട്ട് നവ്യ അബിയോട് പറയുകയാണ്, നിനക്ക് എന്നെ ഒരിടത്ത് കൊണ്ടുപോകാനുള്ള താല്പര്യമൊന്നും ഇല്ലല്ലോ എന്ന്. അപ്പോൾ അബി പറയുകയാണ്, നിനക്കിപ്പോൾ യാത്രയൊന്നും ചെയ്തുകൂടല്ലോ, ഡോക്ടർ പറഞ്ഞില്ലേ, അതുകൊണ്ടല്ലേ നിന്നെ ഒരിടത്തും കൊണ്ടുപോകാത്തതെന്ന്. അപ്പോൾ നവ്യ പറയുകയാണ്, ഡോക്ടർ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന്. അപ്പോൾ പറയുകയാണ്, ഡോക്ടർ നന്നായിട്ട് ശ്രദ്ധിക്കണമെന്നല്ലേ പറഞ്ഞു, അതിൻ്റെ കൂട്ടത്തിൽ യാത്രയൊന്നും ചെയ്തുകൂടാന്ന് പറഞ്ഞു. അതിപ്പോൾ ഡോക്ടർ പറഞ്ഞ് അതിപ്പോൾ വലിയ കാര്യം നിനക്കായല്ലോ എന്ന്. അതിന് മുമ്പേ നീ എന്നെ ശ്രദ്ധിക്കുകയൊന്നും ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞ് മാറി മാറി രണ്ടുപേരും കൂടി വഴക്കാവണേ. പിന്നീട് നവ്യ പറയുകയാണ്, ആദർശേട്ടൻ നൈനീനെ കൈവെള്ളയിൽ കൊണ്ടുവച്ചാണ് നടക്കുന്നതെന്ന്. അപ്പോൾ അഭി ചോദിക്കുകയാണ്, അത് നീ കണ്ടോ എന്ന്. അത് കണ്ടിട്ട് തന്നെയാണ് ഞാൻ വരുന്നത്, ആദർശേട്ടൻ അവളെ എടുത്ത് വട്ടം കറക്കുന്നത് കണ്ടിട്ട്. അപ്പോൾ അഭി പറയുകയാണ്, അതുപോലെ ഞാനെടുത്ത് നിന്നെ വട്ടം കറക്കുകയാണെങ്കിൽ നിൻ്റെ വയറ്റിലുള്ള കുഞ്ഞു കൂടി വട്ടം കറങ്ങുമെന്ന്. നവ്യ പറയുകയാണെങ്കിൽ, അങ്ങനെ വട്ടം കറങ്ങുകയാണെങ്കിൽ നിനക്ക് നിൻ്റെ അമ്മയ്ക്കും ഒരുപാട് സന്തോഷമാവുമല്ലോ ആ കുഞ്ഞിനെ കളഞ്ഞു തരുമ്പോൾ. രണ്ടുപേരും ഒരുപാട് വഴക്കാവുകയാണ്. അപ്പോൾ അഭി ചോദിക്കുകയാണ്, നീ ഈ റൂമിലേക്ക് വരുമ്പോൾ എന്നോട് വഴക്കിടാൻ വേണ്ടിയല്ലേ വരുന്നത്, നമ്മൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം വഴക്കിടാത്ത ഒരു ദിവസമെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന്. ഇതൊക്കെ കേൾക്കുമ്പോൾ നവ്യയ്ക്ക് ദേഷ്യമാണ് വരുന്നത്. എന്നിട്ട് നവ്യ പറയുന്നു, എനിക്ക് എന്നോട് തന്നെ ദേഷ്യം വരുന്നു, എന്നെ തന്നെ കൊല്ലാൻ തോന്നുന്നു എന്നൊക്കെ. നവ്യയാണെങ്കിൽ അഭി സ്നേഹിക്കാത്തതിനെ കുറിച്ചൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ പറയുകയാണ്. എന്നിട്ട് നവ്യ പറയുകയാണ്, നിനക്ക് ഏത് സമയം ഒരു മൊബൈലുണ്ടല്ലോ, നിൻ്റെ ആദ്യ ഭാര്യ മൊബൈലാണെന്ന് തോന്നുന്നു, എപ്പോഴും നീ മൊബൈലിലാണല്ലോ എന്നൊക്കെ നവ്യ ഇങ്ങനെ അഭിയോട് പറയുന്നു. ഞാൻ എപ്പോഴും കാണാറുണ്ട് നീ ചാറ്റ് ചെയ്യുന്നത്, പല പെണ്ണുങ്ങളുമായിട്ട് ചാറ്റ് ചെയ്യുന്നതൊക്കെ. നവ്യ ചോദിക്കുകയാണ്, നീയും അങ്ങനെയാണല്ലോ, എപ്പോഴും മൊബൈൽ നോക്കിക്കൊണ്ടല്ലേ ഇരിക്കുന്നതെന്ന്. അപ്പോൾ നവ്യ പറയുകയാണ്, ഞാൻ ഒരിക്കലും അന്യപുരുഷന്മാരെ നോക്കുകയൊന്നും ചെയ്യില്ല, നീ അങ്ങനെയല്ലല്ലോ, നീ ആണെങ്കിൽ അന്യ പെണ്ണുങ്ങളെ നോക്കിക്കൊണ്ടല്ലേ ഇരിക്കുന്നതെന്ന്. ചാറ്റ് ചെയ്യുന്ന സ്വന്തം ഭാര്യയെ ശ്രദ്ധിക്കാനോ നോക്കാനോ നിനക്ക് സമയമില്ലല്ലോ. നവ്യ ഇങ്ങനെ പറയുന്ന സമയത്ത് അഭി പറയുകയാണ്, എന്തായാലും എൻ്റെ ഏട്ടനെ പോലെ എനിക്ക് പെൺകോന്തനാകാനൊന്നും പറ്റത്തില്ല, അങ്ങേരിക്കാണെങ്കിൽ നട്ടല്ലൊന്നുമില്ല. അപ്പം നവ്യാണെങ്കിൽ പറയണ, ആ മനുഷ്യന് നല്ല നട്ടല്ലൊക്കെ ഉണ്ട്, നിനക്കാണ് നട്ടലില്ലാത്ത, നീയാണെങ്കിൽ അയ്യപ്പനെ പോലും പറ്റിക്കുന്ന ആളല്ലേ എന്നൊക്കെ. പിന്നെ സ്വന്തം ഭാര്യയെ പറ്റിക്കണേൽ പറയാനുണ്ടോ എന്നിങ്ങനെ പറഞ്ഞിട്ട് നവ്യ ദേഷ്യത്തിൽ കയറി കിടക്കുകയാണ്. എന്നിട്ട് അഭി പറയുകയാണ്, ഇവളെ എങ്ങനെയെങ്കിലും എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി തരണമെന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് അയ്യപ്പൻ്റെ അടുത്ത് പോവാമെന്ന് വിചാരിച്ചത്. എന്നിട്ട് അയ്യപ്പൻ അതിനുള്ള ഭാഗ്യം പോലും ഉണ്ടാക്കി തന്നില്ലല്ലോ എന്ന്.
ഇങ്ങനെ അഭി മനസ്സിൽ ഓർക്കുന്നു. അതിന് ശേഷം ആദർശ് നയനയും കൂടി യാത്ര പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കാറിൽ. അപ്പോൾ ആദർശ് നയനയുടെ അടുത്ത് ചോദിക്കുകയാണ്, അമ്മ ഒരിക്കലും നമ്മുടെ യാത്രയ്ക്ക് സമ്മതിക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. അമ്മയ്ക്ക് വലിയ മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത്. അമ്മ പല കാര്യത്തിനും ഇപ്പോൾ നിസ്സഹായമായിട്ടാണ് നിൽക്കുന്നത്. നയന പറയുകയാണ്, വലിയ രോഗമൊക്കെ വന്നതല്ലേ, അപ്പം മാറ്റം സംഭവിച്ചതായിരിക്കും. എന്നിട്ടും നയനയ്ക്കൊരു സംശയമുണ്ട്. എന്നിട്ട് നയന ചോദിക്കുകയാണ്, അമ്മ ഇപ്പോൾ കരൾ തന്ന കുട്ടീനെക്കുറിച്ച് അന്വേഷിക്കുന്നതൊക്കെ ഉണ്ടോ എന്നും. ആ അന്വേഷണമൊന്നും അമ്മ ഇതുവരേക്കും നിർത്തിയിട്ടില്ല. ഞാൻ ആ കുട്ടിയും കുട്ടിയുടെ ഹസ്ബൻഡും കൂടി ദൂരയാത്ര പോയിരിക്കുന്നതെന്നാണ് അമ്മയുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ അമ്മ ഒന്നും ചോദിക്കാത്തത്. ഇനി അത് കഴിഞ്ഞ് തീരുമ്പോൾ അമ്മ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുമെന്ന്. അപ്പോൾ ഞാൻ പറയുകയാണ്, അത് അങ്ങനെയാണെങ്കിൽ അമ്മ ഇങ്ങനെ ചോദിക്കുമ്പോൾ ആദർശേട്ടനും അച്ഛനും വലിയ ബുദ്ധിമുട്ടാവുമല്ലോ എന്ന്. അപ്പോൾ ആദർശ് പറയുകയാണ്, അതിനു മുമ്പ് നീ അമ്മേനെ സോപ്പിട്ട് വശത്താക്കി എടുക്കുക എന്ന്. അപ്പോൾ നയന പറയുകയാണ്, എൻ്റെ പരമാവധി ഞാൻ ശ്രമിക്കാം അമ്മ എന്നെ സ്നേഹിക്കാൻ വേണ്ടി. അപ്പോൾ ഇതൊക്കെ ദേവയാനി സ്വപ്നം കണ്ടതാണ്. ഇങ്ങനെ യാത്ര പോകുമ്പോൾ പെട്ടെന്ന് വണ്ടി ഇങ്ങനെ ബ്രേക്ക് പിടിക്കുന്നതായിട്ടൊക്കെ ദേവയാനി എന്തോ അപായകരമായ സ്വപ്നം കണ്ട് അങ്ങനെ രാത്രി ഉറക്കത്തിൽ നെട്ടിയഴിക്കുകയാണ്. ദേവയാനിക്കാണെങ്കിൽ ആകെ പേടിയാവുന്ന ദേവയാനി അവിടെ നിന്ന് റൂമിൽ നിന്ന് മൊബൈലും എടുത്ത് ശബ്ദമൊന്നും ഉണ്ടാക്കാതെ മെല്ലെ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയാണ്. എന്നിട്ട് ദേവയാനി ഡോക്ടറെ വിളിക്കുകയാണ്. ഡോക്ടറെ വിളിച്ച് കാര്യങ്ങൾ തിരക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ദേവയാനി ഡോക്ടറെ അടുത്ത് ചോദിക്കുകയാണ്, എനിക്ക് കരൾ തന്ന കുട്ടിയും അതിൻ്റെ ഹസ്ബൻഡും കൂടി ഒരു യാത്ര പോകാൻ ഒരുങ്ങിയാണ്, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന്. അപ്പോൾ ഡോക്ടർ പറയണേ, ഒരു കുഴപ്പവുമില്ല, ഇപ്പോൾ സർജറി കഴിഞ്ഞിട്ട് ഒരുപാട് ദിവസങ്ങളായില്ലേ, അതുകൊണ്ട് ഒരു കുഴപ്പവുമില്ല യാത്ര ചെയ്യുന്നതിലെന്ന്. പേടിയുണ്ടാണ് വിളിച്ച് ചോദിച്ചതെന്ന് പറയും. അപ്പോൾ ഡോക്ടർ പറയുകയാണ്, സർജറി കഴിഞ്ഞിട്ട് ഒരുപാട് ദിവസങ്ങളൊക്കെ ആയില്ലേ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, താൻ തൻ്റെ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, താനിപ്പോൾ യാത്രയൊന്നും ചെയ്യണ്ട, തനിക്കിപ്പോൾ യാത്ര പോകാറൊന്നും ആയിട്ടില്ല എന്ന്. അപ്പോൾ ദേവയാനി പറയുകയാണ്, എൻ്റെ കാര്യത്തിലൊന്നും എനിക്ക് ടെൻഷനില്ല എന്ന്. എനിക്ക് കരൾ തന്ന കുട്ടീനെ കുറിച്ചാണ് എനിക്ക് ടെൻഷൻ. ആ കുട്ടി ചെറുപ്പമാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ വിളിച്ച് അന്വേഷിച്ചതെന്ന് പറയുമ്പോൾ ഡോക്ടർ പറയുകയാണ്. ഡോക്ടർ കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ ദേവയാനിക്ക് സമാധാനമാവുകയാണ്. എന്നിട്ട് ഫോൺ വെക്കുകയാണ്. അതിനുശേഷം നയനയാണ് കാണിക്കുന്നത്. നയന യാത്ര പോകാനുള്ള ഡ്രസ്സുകളൊക്കെ ബാഗിനകത്ത് എടുത്ത് വെക്കുകയാണ്. എന്നിട്ട് ആദർശ റൂമിലേക്ക് വരികയാണ്. എന്നിട്ട് നയന ആദർശിനടുത്ത് ചോദിക്കുകയാണ്, എത്ര ദിവസത്തേക്കുള്ള ഡ്രസ്സാണ് ആദർശേട്ടാ എടുക്കേണ്ടതെന്ന്. നീ ബാഗിൽ കൊള്ളുന്നതൊക്കെ എടുത്ത് വെച്ചോ എന്ന് ആദർശ് പറയുമ്പോൾ നയന ചോദിക്കുകയാണ്, അത്രയൊക്കെ വേണോ ആദർശേട്ടാ? അത്രയൊക്കെ വേണ്ടി വരുമെന്ന്. ഒരു ദിവസം 2-3 ഡ്രസ്സൊക്കെ മാറ്റേണ്ടി വരും, നല്ല ചൂടല്ലേ എന്ന്. അപ്പോൾ നയന ചോദിക്കുകയാണ്, നല്ല തണുപ്പുള്ള സ്ഥലത്തേക്ക് പോകുന്നതല്ലേ ആദർശേട്ടൻ പറഞ്ഞിരുന്നതെന്ന്. ഇത്ര തണുപ്പുണ്ടായിരുന്നാലും 12 മണിയൊക്കെ ആകുമ്പോൾ ചൂടാവും. അപ്പോൾ ഇട്ട ഡ്രസ്സ് തന്നെ നിനക്ക് അമ്പലത്തിലൊന്നും ഇട്ടുകൊണ്ട് പോകാൻ പറ്റത്തില്ലല്ലോ. എന്നിട്ട് അവരുടെ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ച് പോകാൻ വേണ്ടി തുടങ്ങിയാണ്. അപ്പോൾ എന്നിട്ട് നയന ചോദിക്കുകയാണ്, ആദർശേട്ടന് ചായ വേണമെന്ന്. അപ്പോൾ ആദർശ് പറയുകയാണ്, ഇനി നീ ചായ ഒന്നും ഇടാൻ വേണ്ടി അടുക്കളയിൽ കയറണ്ട, പോകുന്ന വഴി നമുക്ക് ചായ വല്ലതും വാങ്ങി കുടിക്കാമെന്ന്. ഇവിടെ ഒരുപാട് ചായക്കടകളുണ്ടാവും, എന്തായാലും നീ ചായ ഇടാനൊന്നും നിൽക്കണ്ട എന്ന് ആദർശ് പറയുന്നു. അപ്പോൾ നയന ബാഗൊക്കെ എടുത്ത് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ആദർശ് പറയും, വേണ്ട ഞാൻ എടുത്തോളാം എന്ന്. അപ്പോൾ നയന പറയും, വേണ്ട, ഇതെടുക്കാനുള്ള ആരോഗ്യമൊക്കെ എനിക്കുണ്ട് എന്ന്. നിനക്ക് ആരോഗ്യമൊക്കെ ഉണ്ടായിരിക്കും, എന്നാലും കുഴപ്പമില്ല, ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞ് ആദർശ് എടുക്കുകയാണ്. എന്നിട്ട് തന്നെ അതിനെ ചോദിക്കുകയാണ്, എത്ര ദിവസത്തേക്കാണ് നമ്മൾ യാത്ര പോകുന്നത്, പെട്ടെന്ന് തിരിച്ച് വരത്തില്ലേ എന്ന്. അപ്പോൾ ആദർശ് പറയുകയാണ്, പെട്ടെന്നൊക്കെ തിരിച്ച് വരും. എന്നിട്ട് അവർ അതിൻ്റെ ഇടയിൽ കൂടി അനിയുടെ അനാമികയുടെയൊക്കെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് പറയുകയാണ്, നമ്മൾ മാത്രമാണല്ലോ ഇപ്പോൾ യാത്ര പോകുന്നത്, അനാമികയ്ക്കും നവ്യേച്ചിക്കൊക്കെ അത് വിഷമാവും, ഇനി നമ്മൾ യാത്ര പോകുമ്പോൾ അവരെയും കൂടി കൂട്ടിക്കൊണ്ട് പോകണം എന്നൊക്കെ നയന ഇങ്ങനെ പറയുമ്പോൾ ആദർശ് പറയുകയാണ്, നവ്യയ്ക്ക് ഇപ്പോൾ വയ്യാത്തതല്ലേ, അനാമികയുടെ കാര്യമൊന്നും ഞാൻ ശ്രദ്ധിക്കുന്നില്ല എന്ന്. അനിയാണെങ്കിൽ അവളെ ഇവിടെ കൊണ്ടുപോകാനും തയ്യാറാണ്, പക്ഷേ അവൾക്ക് അനിയുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധയും ഇല്ലല്ലോ എന്ന്. അനിയുടെ കാര്യം ഇങ്ങനെ ആയതിൽ എനിക്ക് വലിയ വിഷമമുണ്ടെന്നൊക്കെ ആദർശ് പറയണം. അപ്പോൾ നയന പറയുകയാണ്, അനിയാണെങ്കിലും അനാമികയെ സ്നേഹിക്കുന്നൊന്നുമില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ ആദർശ് പറയണം, അതൊന്നും നമുക്കൊന്നും മാറ്റാനൊന്നും പറ്റത്തില്ല എന്നും. അപ്പോൾ ആദർശ് പറയുകയാണ്, നമ്മുടെ വിവാഹം കഴിഞ്ഞ സമയത്തും ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലോ, ഞാൻ നിന്നെ സ്നേഹിച്ചിട്ടൊന്നും ഇല്ലല്ലോ, എന്നിട്ട് നീ ഇവിടെ ഉള്ളവരെയും എന്നെയും ഒരുപാട് സ്നേഹിച്ചിരുന്നില്ലേ എന്ന്. പിന്നീട് ആദർശ് പറയുകയാണ്, അനാമികയ്ക്ക് ആരെയും സ്നേഹിക്കാനൊന്നും കഴിയത്തില്ല എന്ന്. എന്നിട്ട് പറയുകയാണ്, അവളുടെ അച്ഛനും കൊള്ളൂല, അവളും കൊള്ളത്തില്ല, മോൾ ഇങ്ങനത്തെ സ്വഭാവം ഉള്ളതാണെങ്കിൽ നല്ല രീതിയിലാക്കിയെടുക്കേണ്ട കടമ അച്ഛനുണ്ടില്ലേ എന്നൊക്കെ. അവർ സംസാരമൊക്കെ നിർത്തിയിട്ട് അവർ നേരെ യാത്ര പോകാൻ വേണ്ടി ഇറങ്ങുകയാണ്. അപ്പോൾ ദേവയാനിയാണെങ്കിൽ അവർക്ക് രണ്ടുപേർക്കും ചായ കൊടുക്കാൻ വേണ്ടി ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുവരികയാണ്. ഇവിടെ നല്ല സന്തോഷപൂർവ്വം വേണം യാത്ര അയക്കാൻ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചുകൊണ്ട് ദേവയാനി ചായയും കൊണ്ട് ഇങ്ങനെ വരുമ്പോൾ ആദർശം നയനയും കൂടി യാത്ര പോകാൻ ഇറങ്ങി വരികയാണ്. ദേവയാനി അവരുടെ മുമ്പിൽ ചായയായിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് ദേവയാനി പറയുകയാണ്, ചായ കുടിച്ചിട്ടൊക്കെ പോയാൽ മതി എന്ന്. ആദർശ് ചോദിക്കുകയാണ്, അമ്മ ചായ ഇട്ടോ എന്ന്. അപ്പോൾ ദേവയാനി പറയുകയാണ്, എന്താ ഇനിയിപ്പോൾ ഈ ചായ കുടിക്കാൻ വല്ല ബുദ്ധിമുട്ടും ഉണ്ടോ രണ്ടുപേർക്ക്? അപ്പോൾ നയന പറയുകയാണ്, ഇല്ല, പോണ വഴിയിൽ ആദർശേട്ടൻ ചായ വാങ്ങി തരാമെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ചായ ഇടാൻ കയറാത്തതെന്ന്.
അപ്പോൾ ദേവയാനി പറയണേ അതിനെന്താ ഞാനിപ്പോൾ കയറി ചായ ഉണ്ടാക്കിയില്ലേ എന്ന്. എന്നിട്ട് ദേവയാനി ചോദിക്കുക എന്താ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ ഞാൻ ഉണ്ടാക്കിയ ചായ കുടിക്കാനെന്ന്. അപ്പോൾ ആദർശ് ചോദിക്കുകയാണ് അമ്മ ഉണ്ടാക്കിയ ചായ കുടിക്കാൻ എന്താ ബുദ്ധിമുട്ടെന്ന്. എന്നിട്ട് ചായ വാങ്ങിച്ച് കുടിക്കുകയൊക്കെ ചെയ്യുകയാണേ. എന്നിട്ട് ദേവയാനി ഉപദേശിക്കുകയാണ് നിങ്ങൾ യാത്ര പോകുന്നതൊക്കെ കൊള്ളാം, ഓവർ സ്പീഡിൽ പോകരുത്, വണ്ടി നേരെ വേണം നോക്കി വേണം ഓട്ടിക്കാൻ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ആദർശ് പറയുകയാണ് കൊച്ചു കുട്ടികളുടെ അടുത്ത് പറയും പോലെ എൻ്റെ അടുത്ത് പറയേണ്ട, ഞാൻ നല്ലവണ്ണം വണ്ടി ഓട്ടിക്കാമെന്ന് പറയുമ്പോൾ ദേവയാനി പറയുകയാണ് നിൻ്റെ ഭാര്യ നിൻ്റെ കൂട്ടത്തുണ്ടല്ലോ, അപ്പോൾ നിനക്കൊരു ബോധവും കാണൂല, നീ മറന്ന് വണ്ടി ഓട്ടിക്കും, അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം നീ വണ്ടി ഓട്ടിക്കാൻ. അപ്പോൾ നൈന പറയുകയാണ് ഞാനും അങ്ങനെയൊക്കെ തന്നെ അനുവദിക്കും അമ്മേ, ഓവർ സ്പീഡിലൊന്നും വണ്ടി ഓടിക്കാൻ സമ്മതിക്കത്തില്ല എന്ന്. അപ്പോൾ ദേവയാനി നൈനയോട് ചോദിക്കുകയാണ് അല്ലെങ്കിൽ നിൻ്റെ അടുത്ത് ഇവിടെ ആരെങ്കിലും പറഞ്ഞോ, ഞാൻ എൻ്റെ മോൻ്റെ അടുത്തല്ലേ പറഞ്ഞു എന്ന്. ദേവയാനിയുടെ ഉള്ളിൽ നൈനയോട് സ്നേഹമൊക്കെ ഉണ്ട്, എന്നാലും അത് പുറത്തൊന്നും കാണിക്കില്ല. എന്നിട്ട് ദേവയാനി പറയുകയാണ് എന്തായാലും നിങ്ങൾ പോയതിന് ശേഷം എന്നെ ഫോണൊക്കെ വിളിക്കണമെന്ന്. എന്നിട്ട് ദേവേനെ അവർ ചായയൊക്കെ കുടിച്ച് നിൽക്കുമ്പോൾ ചോദിക്കുകയാണ് ചായ എങ്ങനെയുണ്ടായിരുന്നു, കടുപ്പമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു, പാകത്തിനുണ്ടായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നൈന പറയാണ് പാകത്തിനുണ്ടായിരുന്നു, നല്ല ചായയാണ് എന്നിങ്ങനെ പറയുമ്പോൾ ദേവേനെ ചോദിക്കുകയാണ് നിൻ്റെ അടുത്ത് ആരാ ചോദിച്ചത്, ഞാൻ എൻ്റെ മോൻ്റെ അടുത്തല്ലേ ചോദിച്ചതെന്ന്. ആദർശ് നൈനിനെ നോക്കി ഒന്നും മിണ്ടണ്ട എന്നുള്ള രീതിയിൽ പറയുകയാണ്. അതിനുശേഷം ദേവേനി പറയാണ് ഞാൻ നിങ്ങളെ കൂടെ ഇല്ലല്ലോ, ഞാൻ കൂടെ ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കാനൊക്കെ പറയുമായിരുന്നു എന്ന്. അപ്പോൾ നൈന പറയുകയാണ് എന്നാൽ പിന്നെ അമ്മയും കൂടെ വാ നമ്മളെ കൂടെ എന്ന്. അപ്പോൾ ദേവയാനി പറയണ ആ വിളിക്ക് ഒരു ആത്മാർത്ഥതയും ഉണ്ടെന്ന് തോന്നുന്നില്ല എന്ന്. നൈന ഇങ്ങനെ അമ്മ വാ എന്ന് വിളിക്കുമ്പോൾ ദേവയാനിക്ക് ഭയങ്കര സന്തോഷമാണ് തോന്നുന്നത്. എന്നിട്ട് അതിനുശേഷം അവർ യാത്രയൊക്കെ പറഞ്ഞ് അവരങ്ങ് പോവുകയാണ്. അതിനുശേഷം ദേവയാനിക്കാണെങ്കിൽ അവർ പോകുന്ന കാണുമ്പോൾ വലിയ സങ്കടമാണ് തോന്നുന്നത്. ദേവയാനി കരയുകയും ചെയ്യുന്നു. അപ്പോൾ നൈനയും ആദർശും കൂടി വണ്ടിയിലേക്ക് കയറാൻ പോവുകയാണ്. പോയതിന് ശേഷം നൈനയാണെങ്കിൽ തിരിഞ്ഞു നോക്കുകയാണ്. നോക്കുമ്പോൾ ദേവയാനി കരയുന്നതാണ് കാണുന്നത്. ദേവയാനി കരഞ്ഞോട്ട് നിൽക്കുന്നത് നൈന കാണുകയാണ്. അതിനുശേഷം നൈനയാണെങ്കിൽ വണ്ടിക്കകത്ത് കയറിയിട്ട് ആദർശിൻ്റെ അടുത്ത് പറയുകയാണ് അമ്മ നമ്മളെ യാത്ര ആക്കിയതിന് ശേഷം കരയുന്നതായിട്ട് കണ്ടു എന്ന്. അപ്പോൾ ആദർശ് പറയുകയാണ് അമ്മ അങ്ങനെയാണ്, ഞാൻ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഭയങ്കര വിഷമാണ്, അമ്മ ഭയങ്കര സങ്കടമാവും, ഇനിയിപ്പോൾ ഞാൻ വരുന്നവരേക്കും അമ്മയ്ക്ക് ഭയങ്കര വിഷമമായിരിക്കും, ഇനി ഞാൻ വരുന്നത് വരെ അമ്മ ഫോൺ വിളിച്ചുകൊണ്ടേ ഇരിക്കുമെന്ന്. പക്ഷേ അതിനുശേഷം നൈനയോട് പറയുകയാണ് എന്തായാലും എനിക്ക് കിട്ടിയ ഗോൾഡൻ ചാൻസാണ്, അത് ഒരു രീതിയിൽ മിസ്സാക്കാൻ പാടില്ല എന്ന്. എന്നിട്ട് അതിനുശേഷം അവർ സന്തോഷത്തോടെ യാത്ര പോകാൻ തുടങ്ങിയാണ്. അപ്പോൾ അവർ യാത്ര പോകുന്നതിന് നോക്കി നിൽക്കുകയാണ് ദേവയാനി സങ്കടത്തോടെ നിൽക്കുന്ന ദേവയാനിയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.